നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വിഷുകാലം മകയിരം നക്ഷത്ര ജാതകർക്ക് ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയായി മാറാൻ സാധ്യതയുള്ള സമയമാണ്. കുറേ നാളുകളായി ജീവിതത്തിൽ നിൽക്കുകയും മുന്നോട്ടു പോകാതെ തടസ്സപ്പെടുകയും ചെയ്ത ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചലനം പ്രാപിക്കുന്നതായി കാണാം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സാധാരണയായി വളരെ ശാന്ത സ്വഭാവക്കാരാണ്. അവരെപ്പോഴും ആലോചിച്ചാണ് തീരുമാനങ്ങളെടുക്കുന്നത്. അതുകൊണ്ടുതന്നെ ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സ്ഥിരതയുള്ളതും ദീർഘകാല ഫലം നൽകുന്നതുമാണ്. ഈ വിഷുകാലത്ത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ചിലർക്ക് പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കാം. ചിലർക്ക് നിലവിലുള്ള ജോലിയിൽ അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും അതിലൂടെ വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഈ കാലം സ്ഥിരത നൽകുന്ന സമയമായി കാണാം. പഴയ ചില ബാധ്യതകൾ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില ചെലവുകൾ വരാനും സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബജീവിതം പൊതുവെ സമാധാനകരമായിരിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും ഇവർക്ക് ശക്തിയായി മാറും. ചില വീടുകളിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കാനും സാധ്യതയുണ്ട്. വിവാഹം വൈകിയിരിക്കുന്നവർക്ക് നല്ല വിവാഹയോഗവും കാണുന്ന സമയമായിരിക്കാം. ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നത് പ്രധാനമാണ്. യോഗയും ധ്യാനവും പോലുള്ള കാര്യങ്ങൾ മനസ്സിന് വലിയ സമാധാനം നൽകും. ആത്മീയമായി ഈ സമയം വളരെ നല്ലതാണ്. ക്ഷേത്രദർശനം നടത്തുകയും ദേവാരാധന വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് മാറ്റങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശിവഭഗവാനെ ആരാധിക്കുന്നത് മകയിരം നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണകരമാകുമെന്ന് വിശ്വാസമുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുകാലം മകയിരം നക്ഷത്ര ജാതകർക്ക് പുതിയ അവസരങ്ങളും വളർച്ചയും നൽകാൻ സാധ്യതയുള്ള ഒരു നല്ല സമയമായി മാറുന്നു. ഇനി പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ഈ വിഷുകാലം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന സമയമായി മാറാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി ശക്തമായ മനോബലവും ആത്മവിശ്വാസവും ഉള്ളവരാണ്. അവർ ഒരിക്കൽ ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിലേക്ക് ഉറച്ച നിലപാടോടെ മുന്നോട്ടു പോകുന്നവരാണ്. അതുകൊണ്ടുതന്നെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും അവർ സ്വയം തന്നെ ഉയർന്നു നിൽക്കുന്നവരായി മാറാറുണ്ട്. ഈ വിഷുകാലത്ത് തൊഴിൽ മേഖലയിലായി ചില മാറ്റങ്ങളുണ്ടാകാം. ചിലർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. ചിലർക്ക് ജോലിസ്ഥലത്ത് കൂടുതൽ അംഗീകാരം ലഭിക്കാനും സാധ്യതയുണ്ട്. ചിലർക്ക് ജോലിസ്ഥലം മാറാനുള്ള അവസരവും ഉണ്ടാകാം. വിദേശയാത്രകളോ പുതിയ പദ്ധതികളോ ജീവിതത്തിൽ വരാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഈ കാലം മിതമായ പുരോഗതി നൽകുന്ന സമയമാണ്. വരുമാനം സ്ഥിരമായി ലഭിച്ചാലും ചില ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ടി വരാം. കുടുംബജീവിതത്തിൽ ചില ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ ക്ഷമയും സഹനവും പുലർത്തിയാൽ അവ വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകും. കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും. ആരോഗ്യപരമായി ശ്രദ്ധ നൽകേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രമിക്കുക. ശരിയായ ഭക്ഷണക്രമവും ചെറിയ വ്യായാമവും ആരോഗ്യത്തിന് ഏറെ സഹായകരമാകും. ആത്മീയമായി ഈ സമയം നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥന ചെയ്യുകയും ചെയ്താൽ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ വിഷുകാലം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പുതിയ അനുഭവങ്ങളും ജീവിതത്തിൽ മുന്നേറ്റവും നൽകുന്ന ഒരു മാറ്റങ്ങളുടെ സമയമായി മാറാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രം വിഷുഫലം. ഈ വിഷുകാലം ഭാഗ്യത്തിന്റെ ഒരു പുതിയ വാതിൽ തുറക്കുന്ന സമയമായി മാറാൻ സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർ സാധാരണയായി നല്ല മനസ്സും കരുണയുമുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ള സ്വഭാവം ഇവർക്ക് കൂടുതലായിരിക്കും. ഈ കാലഘട്ടത്തിൽ തൊഴിൽ രംഗത്ത് ചില നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജോലി, വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതിയുണ്ടാകാം. ചിലർക്ക് പുതിയ പഠനാവസരങ്ങളും ലഭിക്കാം. സാമ്പത്തികമായി ഈ സമയം വളരെ നല്ലതാണ്.
പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്യും. ചിലർക്ക് അപ്രതീക്ഷിതമായി ധനലാഭം ലഭിക്കാൻ പോലും സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കുന്ന കാലമാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. വീട്ടിൽ ചില സന്തോഷകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി സാധാരണയായി നല്ല സമയമാണ്. എന്നാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും അത് വളരെ പെട്ടെന്ന് മാറും. ആരോഗ്യകരമായ ജീവിതശൈലി പാലിക്കുന്നത് കൂടുതൽ ഗുണകരമാകും. ആത്മീയമായി ഈ സമയം വളരെ ശക്തമായതാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന കാലമാണ് എന്ന് ജ്യോതിഷം പറയുന്നു. വിഷുകാലത്ത് ക്ഷേത്രദർശനം നടത്തുകയും ദാനം ചെയ്യുകയും ചെയ്താൽ ഭാഗ്യം കൂടുതൽ വർദ്ധിക്കും. ആകെക്കൂടി നോക്കുമ്പോൾ ഈ വിഷുകാലം പുണർദം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവും സമാധാനവും സാമ്പത്തിക പുരോഗതിയും നൽകുന്ന ഒരു നല്ല കാലഘട്ടമായി മാറും. പൂയം നക്ഷത്രം വിഷുഫലം. പൂയം നക്ഷത്ര ജാതകർക്ക് ഈ വിഷുകാലം വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി മാറാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രം ജ്യോതിഷത്തിൽ വളരെ ശക്തവും ഭാഗ്യകരവുമായ നക്ഷത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ നക്ഷത്രക്കാർ സാധാരണയായി ഉത്തരവാദിത്വബോധവും കരുണയുമുള്ളവരാണ്. ഈ വിഷുകാലത്ത് തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറെ നാളായി കാത്തിരുന്ന അവസരങ്ങൾ ലഭിക്കാം. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയോ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുകയോ ചെയ്യാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കാൻ സാധിക്കും. സാമ്പത്തികമായി വളരെ നല്ല സമയമാണ്. വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുകയും ചെയ്യും. ചിലർക്ക് പുതിയ നിക്ഷേപ അവസരങ്ങളും ലഭിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിവാഹയോഗം, കുഞ്ഞിൻ്റെ ജനനം അല്ലെങ്കിൽ വീട്ടിൽ വലിയ ആഘോഷങ്ങൾ എന്നിവ നടക്കാം. കുടുംബാംഗങ്ങളുടെ പിന്തുണ ഇവർക്ക് ശക്തിയാകും. ആരോഗ്യപരമായി സാധാരണയായി നല്ല സമയമാണ്. എന്നാൽ ജോലി തിരക്കുകൾ കാരണം ക്ഷീണം അനുഭവപ്പെടാം. അതിനാൽ വിശ്രമത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകണം. ആത്മീയമായി ഈ സമയം വളരെ അനുഗ്രഹകരമാണ്. ഗുരുവിനെയും ദേവന്മാരെയും ആരാധിക്കുന്നത് കൂടുതൽ ഗുണകരമാകും. വിഷുകാലത്ത് ദാനം ചെയ്യുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ ജീവിതത്തിൽ കൂടുതൽ സമൃദ്ധി ലഭിക്കും. ആകെ കൂടി നോക്കുമ്പോൾ ഈ വിഷുകാലം പൂയം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവും വളർച്ചയും സമൃദ്ധിയും നൽകുന്ന ഒരു മികച്ച കാലഘട്ടമായിരിക്കും.